ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് സിന്ധു കൃഷ്ണയും കുടുംബത്തെയും കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. സിന്ധു കൃഷ്ണയും കുടുംബത്തിനുമെതിരെ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നെഗറ്റീവായിട്ട് ആൾക്കാർ കമൻ്റ് ഇടുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഓരോ വീഡിയോസും തപ്പിപ്പിടിച്ച് അതിനകത്തെല്ലാം പോയി കമൻറ്റും കാര്യങ്ങളൊക്കെ ഇടുവാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടാവാൻ എന്താണ് കാരണം? ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഇവർക്കെതിരെ അങ്ങനെ എന്താണ് പ്രശ്നമുണ്ടായത് എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അത് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. ആരുടെയും ഭാഗം ചേർന്ന ഒന്നും ആയിരിക്കത്തില്ല സംസാരിക്കുന്നത്. എന്താണോ ഇതുവരെ അറിയാവുന്ന കാര്യം അതിനെക്കുറിച്ച് മാത്രമേ നമ്മൾ സംസാരിക്കുന്നുള്ളൂ. എന്തായാലും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഹൈപ്പും ചെയ്തേക്കും. എന്നാൽ മാത്രമേ കൂടുതൽ പേരിലേക്ക് എത്തത്തുള്ളൂ. സോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു എന്ന് വിചാരിക്കുന്നുണ്ട്. സോ നമുക്ക് ഒട്ടും വേഗത വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാളുകൾക്ക് മുമ്പായിരുന്നു ഈ ഒരു സിന്ധു കൃഷ്ണയുടെ അച്ഛൻ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സിന്ധു കൃഷ്ണയുടെ അച്ഛനും അമ്മയും വേറെ വീട്ടിലാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഇവർ വീടിൻ്റെ അടുത്തായിട്ട് തന്നെയാണ്, കുറച്ച് പോയിട്ട് വരാവുന്ന ദൂരേ ഉള്ളൂ. അവിടെ ഹോം നേഴ്സൊക്കെയാണ് അച്ഛൻ്റെ കാര്യമൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. അതിനുശേഷം ഉണ്ടെങ്കിൽ ആ ഒരു മരിച്ച സമയത്തൊക്കെ ഭയങ്കരമായിട്ടുള്ള വിഷമവും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ വീഡിയോസ് വരെ ചെയ്തിട്ടുള്ളതാണ്. ആ വീഡിയോസൊക്കെ ആകാനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ അപ്പൂപ്പനെ കുറിച്ചൊക്കെ കുറേയധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് അപ്പൂപ്പൻ ചെറുപ്പം തൊട്ടേ ഭയങ്കരമായിട്ട് നമുക്ക് വലിയ സപ്പോർട്ടൊക്കെ ആയിരുന്നു. പിന്നെ ആരോഗ്യത്തിനെ പറ്റി പറഞ്ഞുകൊണ്ടൊക്കെ വീഡിയോയിൽ അത് സംസാരിക്കുന്നുണ്ടായിരുന്നു. ആരോഗ്യം ഭയങ്കരമായിട്ട് മോശമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് വെച്ച് ഇത് കണക്ക് ആരോഗ്യം ഭയങ്കര പ്രശ്നമായിട്ട് ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. കൊണ്ടുപോയ സമയത്തൊക്കെ ഭയങ്കരമായിട്ട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനി അപ്പൂപ്പൻ ഞങ്ങളെ വിട്ട് പോകുമോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സമയത്തൊക്കെ അപ്പൂപ്പൻ വളരെ കൂളായിട്ട് അതിനെയെല്ലാം തരണം ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൂപ്പന് മെയിനായിട്ട് ഈ ഒരു മരണത്തെപ്പറ്റി പറയുമ്പോൾ തന്നെ പേടിയായിരുന്നു. എപ്പോൾ നോക്കിയാലും ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഭയങ്കര പേടിയാണ്, എനിക്ക് മരിക്കേണ്ട മോളെ എന്നൊക്കെ പറയുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇത് കണക്ക് അപ്പൂപ്പൻ മരിക്കുകയുണ്ടായിരുന്നത്. അതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ വീട്ടിലുണ്ടായിരുന്നപ്പോഴാണ് അപ്പൂപ്പൻ വന്നിട്ടുണ്ടായിരുന്നത്. പോകാൻ നേരത്ത് അമ്മു പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അതിനെക്കുറിച്ചൊക്കെ ഓർമ്മ ഉണ്ട് എന്നുള്ള രീതിയിൽ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു. ഭയങ്കര ഇമോഷണലായിട്ടായിരുന്നു അഹാന കൃഷ്ണ ആ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ സിന്ധു കൃഷ്ണ ഇട്ട വീഡിയോയിൽ സിന്ധു കൃഷ്ണയും അച്ഛൻ്റെ ഓർമ്മകളൊക്കെ പറയുന്നുണ്ട്. ചെറുപ്പം തൊട്ടുള്ള കാര്യങ്ങളും അച്ഛൻ വളരെ സപ്പോർട്ടായിരുന്നു എന്നുള്ളൊരു കാര്യമൊക്കെ പറഞ്ഞ്, പിന്നെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അച്ഛനെ നോക്കാൻ വേണ്ടി അവിടെ ഒരു ഹോം നേഴ്സിനെ നിർത്തിയിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിലൊക്കെയാണ് അച്ഛൻ പോയിക്കൊണ്ടിരുന്നത്. ഈ ഒരു സംഭവം നടക്കുന്നതിന് തലേന്ന് ദിവസം വരെ ചെന്നിട്ടുണ്ടായിരുന്നു. അവിടെ എന്തോ ചക്കപ്പഴമൊക്കെ ഒരുമിച്ചിരുന്ന് കഴിക്കുകയൊക്കെ ചെയ്തിട്ടാണ് ഇത് കണക്ക് പോയിട്ടുണ്ടായിരുന്നെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്താണ് ലേറ്റസ്റ്റായിട്ട് സംഭവങ്ങൾ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ബേസിസിൽ ഈ ഒരു അപ്പൂപ്പൻ മരിച്ചതിനൊക്കെ ശേഷം ഒന്ന് അമ്മുമ്മയുണ്ടെങ്കിൽ ആ ഒരു വീട്ടിൽ ഒറ്റയ്ക്കാണോ ഉള്ളത്. സോ അത് കുറേയധികം പേര് അമ്മുമ്മയെ പോയി കാണണം എന്നൊക്കെ ഉള്ള രീതിയിൽ കമൻസും കാര്യങ്ങളൊക്കെ ഇവർ ഇടുന്ന വീഡിയോസിലൊക്കെ പോയി ഇടുന്നതാണ്. ഒറ്റയ്ക്കായെന്നൊരു ഫീല് തോന്നിപ്പിക്കരുത് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നതാണ്. എന്തായാലും ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് തൻവി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സിന്ധു കൃഷ്ണയുടെ സഹോദരിയുടെ മോളുണ്ട്. അവർക്കും യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവരെ വീഡിയോസിലൂടെയാണ് ആദ്യമേ എല്ലാവർക്കും അറിയാനൊക്കെ ഇടയായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവർ യൂട്യൂബ് ചാനൽ തുടങ്ങി. ഇവർ കാനഡയിലൊക്കെ ആയിരുന്നു. ഈ തൻവി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കസിന്, ഈ ഒരു തൻവിയും കുട്ടികളൊക്കെയാണ്. പിന്നെ ഭർത്താവൊക്കെ അവർ ഒരുമിച്ച് അവിടെ കാനഡയിൽ സെറ്റിലാണ്. ആദ്യമേ ഒരു തൻവി ഉണ്ടെങ്കിൽ ഭർത്താവുമായിട്ട് ഒരുമിച്ചൊന്നും അല്ലായിരുന്നു. അവരൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു ഭർത്താവുമായിട്ട് ഇനി ഒന്നിക്കുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെ പിന്നെ അതിന് ശേഷം ഇവർ ഒരുമിക്കുന്ന ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കാര്യങ്ങളെല്ലാം സംസാരിച്ച് സോൾവ് ചെയ്തു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടാണ് ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് തൻവി ഇട്ട ഒരു വീഡിയോയിലാണ് ഇപ്പോൾ സിന്ധു കൃഷ്ണയ്ക്കും കുടുംബത്തിനുമൊക്കെ എതിരെ ഭയങ്കരമായിട്ടുള്ള ഒരു നെഗറ്റീവ് കമൻസൊക്കെ വരാൻ കാരണം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. സോ എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ, ഈ ഒരു തൻവി ഉണ്ടെങ്കിൽ ഇപ്പം നാട്ടിലോട്ട് കാനഡയിൽ നിന്ന് നാട്ടിലേക്ക് വരുവാണ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു കുട്ടി, 2 കുട്ടികളുണ്ട്. ഇപ്പം രണ്ടാമതിപ്പം പ്രസവിച്ചിപ്പോൾ കുറച്ച് മാസമായിട്ടുള്ളൂ. അപ്പം നാട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു. നാട്ടിൽ വന്നിട്ട് ഈ ഒരു അമ്മുമ്മയെ കാണുന്ന കണക്ക് ഈ ഒരു തൻവിയുടെ അമ്മയുടെ അമ്മ, അതായത് സിന്ധു കൃഷ്ണയുടെ അമ്മയാണത്. അപ്പോൾ അവരെ കാണുന്ന കണക്കുള്ള ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കുറേയധികം പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കാനഡയിൽ ജോലിയൊക്കെ ഉണ്ടായിരുന്നല്ലോ, പിന്നെ എന്തിനാണ് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത്, എന്തെങ്കിലും കാരണമുണ്ടോ എന്നുള്ള രീതിയിൽ തൻവി എടുത്ത് കുറേയധികം പേര് കമൻറ്റിലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അതിന് മറുപടിയായിട്ട് തൻവി ഒരു വീഡിയോ, ഒരു 10-15 മിനിറ്റോളം വരുന്ന ഒരു വീഡിയോ ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു വീഡിയോയ്ക്ക് ശേഷമാണ് ഈ ഒരു സിന്ധു കൃഷ്ണയ്ക്കൊക്കെ എതിരെ നെഗറ്റീവായിട്ട്
കമൻസ് വരാൻ തുടങ്ങി. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ തൻവിയൊക്കെ കാനഡയിൽ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ഈ ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും ഉണ്ടെങ്കിൽ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ആ സമയത്ത് ഇത് കണക്ക് അപ്പൂപ്പൻ ജീവിച്ചിരുന്ന സമയത്ത് പറയുമായിരുന്നു, നീ ഇങ്ങോട്ട് വാ, നാട്ടിൽ വാ, ഞങ്ങളുടെ കാര്യമൊക്കെ പിന്നെ നോക്കണ്ടേ, നീ ഇങ്ങോട്ട് വാ എന്നൊക്കെ പറയുമായിരുന്നു. ആ സമയത്ത് തൻവി പറയുമായിരുന്നു, ഇപ്പം ഞാൻ അങ്ങോട്ട് വന്നിട്ട് ഒന്നും ചെയ്യാനല്ലല്ലോ, ഇവിടെ ജോലിയൊക്കെ ഞാനൊന്ന് സെറ്റിലായൊക്കെ വരുവാണ് അപ്പൂപ്പ, ഞാൻ എല്ലാം സെറ്റായി പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ, നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നിട്ട് വേണം നോക്കാൻ എന്നുള്ളൊരു കാര്യമൊക്കെ പറയുമായിരുന്നു. അതേ കണക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിറ്റേ ദിവസമാണ് ഈ ഒരു തൻവി അറിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൂപ്പൻ മരണപ്പെട്ടു എന്നുള്ളൊരു കാര്യം. അതറിഞ്ഞത് ഭയങ്കര ഷോക്കായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടി ഈ ഒരു തൻവി പറയുന്നുണ്ടായിരുന്നു. തൻവി ചെറുപ്പം തൊട്ടേ ഈ ഒരു അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെയും കൂടെയാണ് നിന്നിട്ടുണ്ടായിരുന്നു. അവരാണ് ഇവരെ ഈ ഒരു തൻവിയുടെ കാര്യം എല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു. വളരെ ക്ലോസ് ആണ്. സോ ഇത് അപ്പൂപ്പൻ പോയി എന്ന് പറഞ്ഞപ്പോൾ ഒട്ടും വിശ്വസിക്കാൻ പറ്റിയില്ല. വളരെ വിഷമമായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഭയങ്കരമായിട്ടൊരു വിഷമം എന്ന് പറഞ്ഞ് ഇനി അമ്മൂമ്മ എനിക്ക് നഷ്ടമാകുമോ എന്നുള്ളൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും അമ്മൂമ്മയെ വിളിക്കുകയൊക്കെ ചെയ്യും, രാവിലെയും രാത്രിയെല്ലാം വിളിക്കുകയും ചെയ്യും. അമ്മൂമ്മ ഇങ്ങോട്ടും വിളിക്കുമായിരുന്നു. അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഭയങ്കര ഒറ്റയ്ക്കാണ്, എനിക്ക് തീരെ പറ്റുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ വിഷമം പറഞ്ഞ് കരയൊക്കെ ചെയ്യുമായിരുന്നു. അത് കാണുമ്പോൾ തനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളൊരു കാര്യം കൂടി ഈ ഒരു തൻവി പറയുന്നുണ്ടായിരുന്നു. കാരണം ഭയങ്കരമായിട്ട് വിഷമമുണ്ട്. ഞാനുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും വിഷമം അമ്മൂമ്മയുടെ കാര്യം ഓർക്കുമ്പോഴാണ്. ഞാൻ ആദ്യമേ അപ്പൂപ്പ മരിക്കുന്നതിന് മുമ്പ് വിചാരിച്ച കാര്യം, രണ്ടുപേരും ഉണ്ടല്ലോ, അവരുടെ കാര്യത്തിൽ കുഴപ്പമില്ലാതെ പോകുമെന്നൊക്കെയാണ് ഞാൻ ഇവിടെ കാനഡയിലുണ്ടെങ്കിൽ ജോലിയൊക്കെ ഒന്ന് നല്ല രീതിയിലായി, എന്നിട്ട് അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള പ്ലാനൊക്കെ ആയിരുന്നു. എന്നെ ചെറുപ്പം തൊട്ടേ അവരാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അപ്പൂപ്പനില്ല, അമ്മൂമ്മ മാത്രമേ ഉള്ളൂ. അപ്പം ഇനി അമ്മൂമ്മ എനിക്ക് നഷ്ടമാവുമോ എന്നുള്ളൊരു പേടിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നാട്ടിലേക്ക് ഇപ്പം പോകുന്നത്. എന്നിട്ട് ആ ഒരു ഇട്ട വീഡിയോയ്ക്കകത്ത് അമ്മൂമ്മ എടുത്ത് സംസാരിക്കുന്നത്, അതായത് നാട്ടിലേക്ക് കാനഡയിൽ നിന്നുകൊണ്ട് നാട്ടിലേക്ക് ഇന്ന ദിവസം വരുമല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ഒരു വീഡിയോ കോൾ ചെയ്യുന്നത് ഒരു വീഡിയോയും വെളിയിൽ വിട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അമ്മൂമ്മ പറയുന്നുണ്ട്, എനിക്കിവിടെ ആരും സംസാരിക്കാനൊന്നുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ് എന്നുള്ളൊരു കാര്യമൊക്കെ പറയുന്നുണ്ട്. അത് ആ സമയത്ത് തൻവി പറയുന്നുണ്ട്, ഞങ്ങളിപ്പോൾ അങ്ങ് വരുമല്ലോ, അതിന് ശേഷം പിന്നെ ഒറ്റയ്ക്കൊന്നും ആവത്തില്ല, നമുക്ക് ഒരുമിച്ച് സംസാരിക്കാനൊക്കെ ഉണ്ടല്ലോ, കുട്ടികളൊക്കെ ഉണ്ടല്ലോ, കുട്ടികളെ കാര്യമൊക്കെ നോക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തമാശ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു അമ്മൂമ്മ ഇതിനകത്തൂടെ സംസാരിക്കുന്നതും കൂടെ കണ്ടതിന് ശേഷമാണ് ആൾക്കാർ സിന്ധു കൃഷ്ണയ്ക്കെതിരെ നെഗറ്റീവായിട്ട് കമൻസൊക്കെ ഇടാൻ തുടങ്ങിയത്. സ്വന്തം അമ്മയെ പോലും ഒന്നും വിളിക്കത്തില്ല എന്നല്ലേ ഇതിനർത്ഥം, ആരും വിളിക്കാനില്ല എന്ന് അമ്മൂമ്മ പറയുന്ന സമയത്ത് അപ്പം സിന്ധു കൃഷ്ണയൊന്നും നോക്കുന്നില്ല, സിന്ധു കൃഷ്ണയുടെ മക്കളൊന്നും നോക്കുന്നില്ല. അവരൊക്കെ ഭയങ്കരമായിട്ട് വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു അമ്മൂമ്മയുടെ കാര്യം അപ്പൂപ്പൻ്റെ കാര്യമൊക്കെ നോക്കും എന്നുള്ളൊരു കാര്യം. എന്നിട്ടിപ്പോൾ അതുപോലും ചെയ്യുന്നില്ല എന്നർത്ഥം ഒക്കെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ഈ ഒരു സിന്ധു കൃഷ്ണയ്ക്കെതിരെയൊക്കെ ഭയങ്കരമായിട്ട് നെഗറ്റീവ് കമൻസൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ ഒരു തൻവി ഉണ്ടെങ്കിൽ നാട്ടിൽ വരുന്ന വീഡിയോയും കാര്യങ്ങളും പങ്കുവച്ചിട്ടുണ്ടായിരുന്നു, അമ്മൂമ്മയെ വന്ന് കാണുന്നത്, കുട്ടികളെ കാണിക്കുന്നത്. സോ അതിനുശേഷം ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, ഞാനിപ്പോൾ ഇവിടെ തൽക്കാലത്തേന് നിൽക്കുവാണ്, എനിക്ക് ഈ ഒരു മെറ്റേണിറ്റി ലീവൊക്കെ ഉണ്ട്, ഇത്രയും നാളുണ്ട്, അതിനുള്ളിൽ ഞാനുണ്ടെങ്കിൽ അമ്മൂമ്മയ്ക്ക് ഒരു നല്ലൊരു കെയർ ടേക്കറിനെയൊക്കെ ഒപ്പിച്ച് കൊടുക്കാനുള്ള പ്ലാനിങ് ആണ്. ഇതിനു മുമ്പ് ഇവിടെ നിൽക്കുന്നവരെല്ലാം ഭയങ്കരമായിട്ട് അമ്മൂമ്മയുടെ അടുത്ത് നിന്ന് കുറേയധികം കാര്യങ്ങൾ കട്ടുകൊണ്ടൊക്കെ പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ എല്ലാവരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല. നല്ലോണം സംരക്ഷണമായിട്ട് നല്ല രീതിയിൽ നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെല്ലാം കണ്ടുപിടിച്ചിട്ട് ഞാനുണ്ടെങ്കിൽ അതിന് ശേഷം തിരിച്ചു പോകാം എന്നുള്ളൊരു പ്ലാനിലാണ്. എൻ്റെ ഹസ്ബൻഡ് ഇപ്പം ബിസിനസ്സും കാര്യങ്ങളുണ്ട്, ഇവിടെ ഇന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് കണക്ക് അമ്മ ഇവിടെ വിഷമിക്കുന്ന കണ്ട് എനിക്ക് നാട്ടിൽ പോകണം എന്ന് ഞാൻ ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞപ്പം ഭർത്താവ് അത് സമ്മതിക്കുകയും ചെയ്തത്. എനിക്ക് വളരെ സപ്പോർട്ടായിട്ടാണ് ഭർത്താവ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ കുട്ടിയെ ഇപ്പോൾ ഇവിടെ സ്കൂളിൽ ചേർത്തു എന്നുള്ളൊരു കാര്യം കൂടി തൻവി പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് അതിനകത്ത് പറയുന്നുണ്ട്, എന്തായാലും ഞാൻ നോക്കുന്നുണ്ട് ഒരു കെയർ ടേക്കറിനെയൊക്കെ ഒപ്പിക്കാൻ, നല്ല വിശ്വസിക്കാൻ പറ്റുന്നവർ. അതിനുശേഷം ചിലപ്പം പോകും, ഇല്ലെങ്കിൽ ഇവിടെ തന്നെ ബിസിനസ്സോ കാര്യങ്ങളോ ആയിട്ട് തുടങ്ങാനുള്ള പ്ലാനും കാര്യങ്ങളും ഉണ്ട്. അമ്മൂമ്മയുടെ കൂടെ നിൽക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ മെയിനായിട്ടുള്ള തീരുമാനം. പിന്നെ കുറേയധികം പേര് വിചാരിക്കും അവിടുത്തെ ജോലിയൊക്കെ കളഞ്ഞു വന്നത് മണ്ടത്തരമായിട്ടുള്ള തീരുമാനമല്ലേ എന്നൊക്കെ ആൾക്കാർ പറയാം. പക്ഷേ എനിക്കതാണ് കറക്റ്റെന്ന് തോന്നി. കാരണം ഞാൻ ഈ ഒരു പൈസയൊക്കെ സമ്പാദിക്കുന്നത് അവരെയും കൂടെ നോക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ്. എന്നെ ചെറുപ്പം തൊട്ട് എനിക്ക് മൊത്തം എന്നെ നോക്കിയിട്ടുണ്ടായിരുന്ന അവരാണ്. അപ്പം അവരെ ഈ ഒരു പ്രായത്തിൽ നോക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്കത് ശരിയാണെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നേക്കുന്നത്. ചിലവർക്കത് ശരിയായിട്ട് തോന്നണമെന്നില്ല, എനിക്ക് എൻ്റെ ശരിയാണ് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കണക്ക് തൻവി ഇവിടെ വന്നതിന് ശേഷം വീടൊക്കെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി. ഭയങ്കരമായിട്ട് നല്ല രീതിയിലൊന്നുമല്ല വെച്ചേക്കുന്നത്. കുറേയധികം ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന കെയർ ടേക്കറൊന്നും വലുതായിട്ടൊന്നും അടിച്ചു വാരിയൊന്നും ചെയ്തിട്ടില്ല, എല്ലാം കൂട്ടി തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കണ്ടപ്പോൾ ഷോക്കായിപ്പോയി. അതിനുശേഷം
ഞാനും ഭർത്താവും കൂടെ ചേർന്നാണ് എല്ലാം ശരിയാക്കിയത് എന്നുള്ളൊരു കാര്യം കൂടി തൻവി പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ ഇട്ടതിന് പിന്നാലെ തൻവിക്ക് ഈ ഒരു സപ്പോർട്ടുമായിട്ട് ആൾക്കാർ കമൻ്റ് ഇടുന്നുണ്ടായിരുന്നു. ഈ ഒരു അഹാന കൃഷ്ണയ്ക്കും സിന്ധു കൃഷ്ണയ്ക്കും അവർ എല്ലാവർക്കും കൂടി നെഗറ്റീവ് കമൻറ്റ്സ് വിടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ഓരോന്ന് വീഡിയോ ആയിട്ട് വരും, അമ്മയെ ഇഷ്ടപ്പെടുന്നു, അച്ഛനെ നോക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെയാണോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് കമൻ്റ് ഇടുന്നത്. എന്തായാലും നമുക്ക് എന്താണ് സംഭവം എന്ന് കൃത്യമായിട്ട് അറിയത്തില്ല. ഇനി അവർ വീഡിയോ ആയിട്ട് വരുമ്പോഴേ നമുക്ക് ഫുള്ളായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. ഇടയ്ക്ക് വെച്ച് അഹാന ഇട്ട ഒരു വീഡിയോയിൽ എന്തായാലും അമ്മൂമ്മയും തമ്മിൽ ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള രീതി, സാധാരണ കുടുംബത്തിൽ നടക്കുന്ന ഒരു അടി നടന്നിട്ടുണ്ട് എന്നുള്ള വഴക്കൊക്കെ നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സാധാരണ കുടുംബത്തിൽ നടക്കുന്നതാണ്. പിന്നെ ഈ ഒരു അമ്മൂമ്മയൊക്കെ ആവുന്ന സമയത്ത്, ഒരു പ്രായമാവുന്ന സമയത്ത് ഇവരെല്ലാവരും പറയുന്നതാണ് എന്നെ ആരും നോക്കാനില്ല എന്നുള്ള രീതിയിൽ. ഇപ്പോൾ ഒരു മോൻ്റെ അടുത്തോ മോളുടെ അടുത്തോ പറയുകയാണെങ്കിൽ അതേ കണക്ക് തന്നെ അടുത്ത മോളുടെ അടുത്തും മോൻ്റെ അടുത്തും പറയുന്നതായിരിക്കും. അത് സാധാരണ ഒരു കാര്യമായിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇവർ നോക്കാതെ ഇരിക്കുന്നു എന്നുള്ളൊരു കാര്യമൊന്നുമല്ല. ഇവരിപ്പം അപ്പൂപ്പനൊക്കെ വയ്യാതിരുന്ന സമയത്തുണ്ടെങ്കിൽ സിന്ധു കൃഷ്ണ തന്നെയാണ് അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നത്, ആശുപത്രി കൊണ്ടുവന്ന്. അപ്പോൾ നമുക്കത് ഉറപ്പിച്ച് ഇവർ നോക്കുന്നില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അമ്മൂമ്മ അങ്ങനെ ഒരു പറഞ്ഞു എന്നുള്ളൂ. അവർ വിഷമം ഇപ്പം ഡിപ്രഷനിലൊക്കെ ആയതുകൊണ്ട്, അപ്പൂപ്പൻ പോയതിന് ഒരു ഡിപ്രഷനൊക്കെ ഉണ്ട്, അപ്പം അതുകൊണ്ട് പറഞ്ഞതായിരിക്കാം എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് പറയുക.